ഈ ക്ലാസ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് തന്നെ നോക്കാം. ബട്ട് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ സെയിം ക്വസ്റ്റ്യൻസ് പ്രോഫിറ്റ് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇൻ ദിസ് ക്ലാസ് വിൽ ബി ഡീലിംഗ് വിത്ത് ലോസ്. ഓക്കെ, ഫൈൻ. സോ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ തന്നിരിക്കണ? If a shopkeeper makes 20% loss, so loss percentage is 20%. Okay, on a shirt that costed him rupees 600. So the cost price is rupees 600. Find the selling price. Selling price ആണ് കണ്ടുപിടിക്കാനുള്ളത്. Okay. So നമുക്കറിയാം cost price minus loss will give you the selling price. Okay, so cost price എന്താണ്? rupees 600 minus loss ഇവിടെ പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്, which means that is 20% of cost price is equal to selling price. So it is 600 minus 20 by 100 into 600 will give you the selling price. Selling price എത്രയാണ് അത് നമുക്ക് അറിയില്ല. ഓക്കെ, സോ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇറ്റ് ഇസ് 1 1 1 1. So 600 minus, obviously 20% of 600 is 120. Okay, so the answer is selling price is rupees 480. Okay, നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം, which is linked to the previous problem. Okay, so ഇതില് എന്താ പറഞ്ഞിരിക്കുന്നത്? If a shopkeeper sells a shirt for rupees 480, so the selling price is rupees 480, where the shirt costed him rupees 600. So the cost price would be rupees 600. Okay, find his loss percentage. കണ്ടുപിടിക്കാനുള്ളത് loss percentage ആണ്. Okay, so നമുക്ക് previous problem എന്നറിയാം, loss percentage എത്രയാണ്? 20%. So the answer should be 20%. നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഇവിടെ cost price minus loss is equal to selling price എന്ന് നമുക്കറിയാം. Okay, so the cost price is rupees 600. ലോസ് എന്താണ്? ലോസ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ പെർസെൻറ്റേജ് നമുക്ക് ഇത് അറിയാത്ത ടേമിനെ നമ്മൾ എക്സ് എന്ന് എടുക്കും. സോ എക്സ്, സിൻസ് ഇറ്റ് ഇസ് പെർസെൻറ്റേജ്, ബൈ 100 into cost price rupees 600 is the selling price 480. Okay, so ഈ 600 രണ്ടിലുണ്ട്. സോ ഇവിടെ എന്താണ് 600 പറഞ്ഞാൽ ഇറ്റ് 600 into 1 എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഞാൻ 600നെ കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 1 മൈനസ് എക്സ് ബൈ 100 വിച്ച് ഇസ് ഈക്വൽ ടു 480 എന്നാവും. ഓക്കെ, സോ ഇനി ഈ 100ന് LCM എടുത്തു കഴിഞ്ഞാൽ, ഓർ ഇഫ് വി ക്രോസ് മൾട്ടിപ്ലൈ ഇറ്റ്, നമുക്ക് എങ്ങനെ വരും? 600 into 100 minus x divided by 100 എന്നാവും. Okay, is 480. Okay, ഇനി ഈ 100ഉം ഈ 600ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാവോ? ഇറ്റ് is 6 times. So 6 into 100 minus x is equal to 480, which means 100 minus x is equal to, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള 6 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും. 480 divided by 6 എന്നാവും. So 6 ones are 6, 6 8s are 48. So it is 80. So 100
minus x is equal to 80. Okay, now ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകും, കാരണം ഇത് നെഗറ്റീവ് വാല്യൂ അല്ലേ. സോ ഈ 100നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തിയ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 80നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. സോ ഇറ്റ് ഇസ് മൈനസ് 80 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് റൈറ്റ് ഹാൻഡ് സൈഡ് പോകുമ്പോൾ പ്ലസ് എക്സ് ആവും, മൈനസ് എക്സ് പ്ലസ് എക്സ് ആവും. സോ എക്സ് ഇസ് ഈക്വൽ ടു 100 minus 80 which is 20. So the loss percentage would be 20%. ഇത് തന്നെയല്ലേ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. സോ നമുക്ക് കിട്ടേണ്ട ആൻസർ 20% ആയിരുന്നല്ലോ. ഫൈൻ, നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ എക്സിന് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തിയ ഈ 8/10 റൈറ്റ് ഹാൻഡ് സൈഡ് പോകുമ്പോൾ എങ്ങനെയാവും? 480 into 10 divided by 8. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിൽ പോയ മൾട്ടിപ്ലിക്കേഷനുള്ള ടേം ഡിവിഷൻ ആവും. സോ ഫ്രാക്ഷൻ ആയതുകൊണ്ട് റെസിപ്രോക്കൽ ആവും. ഓക്കെ, സോ ഇറ്റ് ഇസ് 10/8. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ 8 ones are 8, 8 6 are 48 and 0. Okay, so x is 60 into 10. So x is 600. So the cost price would be 600 rupees. Okay, നമുക്ക് നേരത്തെ കിട്ടേണ്ടതും ഈ 600 ആണ്. So our answer is correct. Okay, so ഇതെല്ലാം ഈ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ടൈപ്പ്, അതും നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കണ? ഇഫ് ദ ഷോപ്പ് കീപ്പർ സെൽസ് എ ഷർട്ട് ഫോർ റുപ്പീസ് 480. ഇവിടെ എന്താ തന്നിരിക്കണ? സെല്ലിംഗ് പ്രൈസ് ഇസ് റുപ്പീസ് 480 at a loss of 20%. Okay, so 20% ആണ് loss. Loss percentage is 20%. Find the cost price. Okay, previous problem നമുക്ക് എന്തറിയാം? cost price should be rupees 600. Okay, so this should be the cost price. Fine. Okay, so now നമ്മുടെ ഫോർമുല എന്താണ്? കോസ്റ്റ് പ്രൈസ് മൈനസ് ലോസ് വുഡ് ഗിവ് യു ദ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, സോ കോസ്റ്റ് പ്രൈസ് നമുക്കറിയില്ല, അറിയാത്ത ടേമിന് നമ്മൾ യൂഷ്വലി എക്സ് എന്ന് എടുക്കും അല്ലേ. സോ എക്സ് മൈനസ് ലോസ് തന്നിരിക്കുന്നത് പെർസെൻറ്റേജിലാണ്. സോ 20% ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. സോ ദാറ്റ് ഈസ് x minus 20% വരുമ്പോൾ 20/100 into x is equal to selling price എത്രയാണ്? rupees 480. okay, so ഇവിടെ ഈ 100നെ കോമൺ ആയിട്ട് LCM ആയി എടുക്കുകയാണെങ്കിൽ, or if you are cross multiplying it, എന്ത് വരും? 100x minus 20x by 100 is equal to 480 എന്ന് വരും. So 100x minus 20x എത്രയാ? 80x by 100 is equal to 480. ഓക്കെ, ഇനി ഈ 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ,